ഈ 19+5 24 മണ്ഡലങ്ങളിലെ ഒന്നാം റൗണ്ട് ഫലം വന്നു. 24 മണ്ഡലങ്ങളിലെ ഒന്നാം റൗണ്ട് ഫലം വരുമ്പോൾ 50% മുകളിലാണ്. 50.1 BJPയുടെ വോട്ട് ഷെയർ. അതൊരു ടെസ്റ്റ്, നമ്മളിതൊരു സാമ്പിളാക്കി എടുത്താൽ, നമ്മൾ സാമ്പിൾ സർവേ നടത്തുന്ന ആളുകളാണല്ലോ, സാമ്പിളായി എടുത്താൽ 24-ൽ BJPയെ സംബന്ധിച്ച് 50% വോട്ട് ഷെയർ എന്നുള്ളത് ഒരു ട്രെൻഡിന്റെ സൂചനയാണ്. പോസ്റ്റൽ ബാലറ്റുകളിൽ തുടങ്ങിയ മുന്നേറ്റം BJP ഇപ്പോഴും കൊണ്ടുപോകുന്നുള്ള. ഇപ്പോൾ പോസ്റ്റൽ ബാലറ്റുകളാണ് എങ്കിൽ അത് BJPക്ക് ആഭിമുഖ്യമുള്ള വോട്ടുകളാണ്, BJPക്ക് ഷുവറായി കിട്ടുന്ന വോട്ടുകളാണ്. തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു നിൽക്കാൻ കഴിയുന്നതല്ല 1.5 മണിക്കൂറിനോട് അടുക്കുമ്പോഴുള്ളത്. ഈ 49 സീറ്റുകൾ എന്ന് പറയുന്നത് ഡൽഹി മാറി ചിന്തിക്കുന്നു എന്ന ഒരു ചോദ്യം ഉയർത്താൻ പോകുന്നതാണ്. BJPക്ക് ഡൽഹിയിൽ മണ്ണൊരുക്കം ഉണ്ടായിട്ടുണ്ടോ? അവിടെ താമര വിരിയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം BJPക്ക് അനുകൂലമായി രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളെങ്കിലും ഉന്നയിക്കാൻ ഉതകുന്നതാണ് 1.5 മണിക്കൂറിനടുക്കുമ്പോൾ ഈ പട്ടികയിൽ തെളിയുന്ന സംഖ്യകൾ. എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് ശരിവയ്ക്കുന്ന തരത്തിലുള്ള ട്രെൻഡ് BJPക്ക് അനുകൂലമായി ഉണ്ട് എന്ന സൂചനയായി തന്നെ ഇപ്പോഴത്തെ സാമ്പിളിനെ നമുക്ക് എടുക്കാൻ കഴിയുമെന്ന് പറയാം. ഒരു ട്രെൻഡ് BJPക്ക് അനുകൂലമായുണ്ട്. നേരത്തെ ആണെങ്കിൽ ക്ലീൻ സ്വീപ്പ് ആയിരുന്നല്ലോ. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 2 തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാമല്ലോ, ക്ലീൻ സ്വീപ്പ് ആയിരുന്നു ആം ആദ്മി പാർട്ടിക്ക് മാത്രമാണ് BJPക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ കൈവിരൽ പോയിട്ട് മുഴുവൻ സീറ്റുകളിലേക്കും BJP അതിക്രമിച്ചു കയറിയിരിക്കുന്നു ഡൽഹിയിൽ എന്നുള്ളത് സംശയലേശമന്യേ പറയാൻ കഴിയുമോ ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ എന്നുള്ളത്? ഇനിയിപ്പോ ആം ആദ്മി പാർട്ടിക്ക് എത്ര സീറ്റ് അവർ പിടിക്കും എന്നുള്ളതിനപ്പുറത്ത് വിജയം എന്നുള്ളത് നമ്മൾ ഇപ്പോഴത്തെ നിലയിൽ ഇനി ആലോചിക്കേണ്ടതില്ല. BJP ആണ് ഡൽഹി ജയിക്കാൻ പോകുന്നത്. എത്ര സീറ്റോടുകൂടി BJP ഡൽഹി ഭരിക്കും എന്നുള്ളത് മാത്രമാണ്. ഈ ബസന്ത് നമുക്കൊപ്പം ബസന്ത് ഇപ്പോൾ ട്രെൻഡാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാമെന്ന് തോന്നുന്നു. രതീഷ്, BJP കേന്ദ്രങ്ങൾ ഇപ്പോൾ ഇത് ഒരു ട്രെൻഡ് എന്നുള്ള നിലത്തിൽ തന്നെ വിലയിരുത്തുന്നുണ്ട്. അവർ പറയുന്നത് പ്രധാനമായും 60 സീറ്റ് വരെ പോയാലും അത്ഭുതമില്ല എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ കണക്ക് കൂട്ടൽ. അതായത് ബല്ലിബാരൻ അടക്കമുള്ള ഓഖ്ല പോലുള്ള ന്യൂനപക്ഷ കേന്ദ്രീകൃത മേഖലകളിൽ പോലും BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു എന്നുള്ളതും ആം ആദ്മി പാർട്ടി പിറകിൽ പോയി എന്നുള്ളതും കോൺഗ്രസ് വലിയ തോതിൽ ഈ മേഖലകളിൽ ഒരു വോട്ട് ഭിന്നിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ കണക്ക് കൂട്ടൽ. അങ്ങനെയാണെങ്കിൽ വലിയ മാറ്റം എന്നുള്ളതാണ് BJPയുടെ കണക്കുകൂട്ടൽ. ആം ആദ്മി പാർട്ടി ഇപ്പോഴും ഇത് ആദ്യ റൗണ്ട് എന്നുള്ള തരത്തിൽ നിൽക്കുമ്പോഴും 10,000-ൽ പരം വോട്ടുകൾക്ക് അരവിന്ദ് കെജ്രിവാൾ തോൽക്കുമെന്നുള്ളൊരു വിലയിരുത്തലാണ് BJPക്ക് ഉള്ളത്. അതായത് ഇപ്പോൾ 7,000 വോട്ടുകൾക്ക് പിന്നിലാണെങ്കിൽ 10,000 കടക്കും ആ പരാജയം എന്നുള്ളൊരു വിലയിരുത്തൽ BJP കേന്ദ്രങ്ങൾ ഉണ്ട്. അതായത് ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ട്രെൻഡ് എന്നുള്ള തരത്തിൽ തന്നെയാണ് അവർ കാണുന്നത്. 48-21 എന്നുള്ളതാണ് BJP ഔദ്യോഗികമായി പുറത്തുവിടുന്ന ഒരു ഫിഗർ. അതായത് 48 സീറ്റുകൾ തങ്ങൾ ഇപ്പോൾ വളരെ സേഫായിട്ട് തന്നെ ലീഡ് ചെയ്യുന്നു എന്നുള്ളതും മറ്റ് 21 സീറ്റുകളിലുള്ള വോട്ടുകൾ ആം ആദ്മി പാർട്ടിയുടെ വോട്ടുകൾ കുറയുമെന്നുള്ളൊരു വിലയിരുത്തലാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിൽ ഒരു കെജ്രിവാൾ ഫെറ്റീഗ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കെജ്രിവാളിനെ ജനം മടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്കിതിൽ നിന്നും കാണാൻ കഴിയുക. അതായത് കഴിഞ്ഞ 10 കൊല്ലമായി തുടരുന്ന ഒരു നാടകം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഒരു വിലയിരുത്തൽ വരുന്നത്. അതായത് ഡൽഹിയിൽ 15 കൊല്ലം ഷീലാ ദീക്ഷിത് ഭരിച്ചത് ഇതേ അധികാരങ്ങൾ മാത്രമുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു. ആ 15 കൊല്ലവും ഡൽഹിയിൽ വലിയ വികസനം ഉണ്ടായി. പക്ഷേ കെജ്രിവാൾ അധികാരത്തിൽ വന്ന് ആദ്യം പറഞ്ഞത് ഞങ്ങൾക്ക് ഡൽഹി പോലീസ് വേണം, ഞങ്ങൾക്ക് എല്ലാ അധികാരങ്ങളും സംസ്ഥാന സർക്കാരുകൾക്ക് നൽകണം എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള വലിയ യുദ്ധങ്ങളിലേക്ക് പോയി. അപ്പോൾ ഭരണത്തിനപ്പുറത്തേക്ക് മാറി കേന്ദ്രവുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ എന്നുള്ളത് ഒരു അജണ്ടയാക്കി മാറ്റിക്കൊണ്ടുള്ള കെജ്രിവാളിൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ BJP കേന്ദ്രങ്ങൾ പറയുന്നത്. ആ ഒരു മടുപ്പാണ് ഞങ്ങൾ മുതലെടുത്തത്. അതായത് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ഏറ്റുമുട്ടലിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ നേട്ടങ്ങളൊക്കെ തന്നെ കുറച്ചുകൂടെ വൃത്തിയാക്കി വരാം. മറ്റൊന്ന് വളരെ സജീവമായി ജനങ്ങളുടെ ഇടയിൽ താഴെത്തട്ടിലുണ്ടായ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ അഴുക്ക് നീക്കം ചെയ്യലായിരുന്നു, അല്ലെങ്കിൽ മാലിന്യ നീക്കം എന്നുള്ളതൊരു വലിയ വിഷയമായിരുന്നു ഡൽഹിയിൽ. ഒരു ഇടത്തരം കോളനികളിൽ പോലും മധ്യവർഗ്ഗങ്ങൾ താമസിക്കുന്ന കോളനികൾ പോലും ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ മാലിന്യ നീക്കം വലിയ തോതിൽ തടസ്സപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. റോഡുകളിലൊക്കെ തന്നെ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന ഒരു കാഴ്ച. അപ്പോൾ ആ ഒരു വിഷയം കൂടി വളരെ സജീവമായി BJP മുതലെടുത്തു എന്ന് വേണം കാണാൻ. അവരുടെ BJPക്ക് ആഹ്ലാദിക്കാൻ കഴിയുന്ന റിസൾട്ട് വരുന്നു. അപ്പോഴും മുസ്ലിം വോട്ട് ഭിന്നിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് നമുക്ക് 1-ാം റൗണ്ട് കഴിയുമ്പോൾ ഇല്ല എന്ന ഉത്തരമാണ് കിട്ടുന്നത്. ഒരു ഉദാഹരണമായി നമ്മൾ ബല്ലിമാരൻ എടുത്താൽ, ബല്ലിമാരനിൽ ലീഡ് ചെയ്യുന്നത് BJP ആണ്.
അങ്ങനെയാണ് 4211 വോട്ട് ഒന്നാം റൗണ്ടിൽ BJPക്കും 3997 വോട്ട്, അതായത് 214 വോട്ട് കുറവ് ഇമ്രാൻ ഹുസൈൻ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിക്കുമുണ്ട്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഹാറൂൺ യൂസഫിന് 786 വോട്ടേ കിട്ടിയിട്ടുള്ളൂ. 786 വോട്ട് കിട്ടി, പക്ഷേ എന്നാലും 786 വോട്ട് എന്നുള്ളത് ഒരു വലിയ വോട്ട് അല്ല. അപ്പോൾ കോൺഗ്രസ് വളരെ പിറകിലാണ്. ആം ആദ്മി പാർട്ടിക്ക് കീഴിൽ തന്നെയാണ് ന്യൂനപക്ഷം. ഇതുവരെ ലഭിച്ച വോട്ടിൽ 5.72% ഉള്ളൂ കോൺഗ്രസിന്റെ വോട്ട്. അതെ, ഇതുവരെ എണ്ണിയ വോട്ടിൽ 5.72%. കഴിഞ്ഞ തവണ 4 ഇത്തവണ 5 അല്ലെങ്കിൽ 6 എന്ന നിലയിലാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കോൺഗ്രസിന്റെ. തീർച്ചയായും. അപ്പം നമുക്ക് വേണമെങ്കിൽ മറ്റ് ഇപ്പോൾ ഞാൻ നോക്കിയ മണ്ഡലങ്ങൾ ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത് ബെല്ലിമാരനാണ്. മറ്റു മണ്ഡലങ്ങളും സമാനമായ വിധത്തിൽ പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ അങ്ങനെ കാര്യമായി വന്നിട്ടില്ല. അതിനപ്പുറത്ത് നേരത്തെ ബസന്ത് പറഞ്ഞതുപോലെ ഒരു കെജ്രിവാൾ ഫറ്റീഗ് ഒരു പ്രധാനപ്പെട്ട ഘടകമായി വന്നു എന്ന് തോന്നുന്നു. മുസ്തഫാബാദ് വേണമെങ്കിൽ പരിശോധിക്കാം. ഒന്നാം റൗണ്ടിൽ മുസ്തഫാബാദിൽ അവിടെ ആം ആദ്മി പാർട്ടിയുടെ അദീൽ അഹമ്മദ് ഖാൻ 5700 വോട്ടിന് പിറകിലാണ്. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അലി മെഹദിക്ക് വെറും 202 വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. അതായത് BJP സ്ഥാനാർത്ഥിക്ക് 7747 വോട്ടും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിക്ക് 2047 വോട്ടും അദീൽ അഹമ്മദ് ഖാൻ 2047 വോട്ടും കിട്ടുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് 202 വോട്ടേ ഉള്ളൂ. അതായത് കോൺഗ്രസ് 2-3% വോട്ട് അത്രേ ഉള്ളൂ. ഫാക്ടർ ആവുന്നില്ല. അതിനപ്പുറത്ത് ഒരു BJP വേവ് തന്നെയാണ്. ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകൃതമായി ഇത്തവണയും BJP വിജയിക്കുന്നത് ഒഴിവാകാൻ ആം ആദ്മി പാർട്ടിക്ക് വീണിട്ടുണ്ട്. പക്ഷേ അത് പോരാ.